അമ്മേ, ചോറും കറിയും മാത്രമേ ഉള്ളൂ, സ്പെഷ്യൽ ഒന്നുമില്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഫിഷിന്റെ പിക്കിളാണ്. ഒന്ന് കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ. അമ്മ, കുറച്ച് ഫിഷിന്റെ അച്ചാറുണ്ടായാൽ മതി. ഈ ചോറ് മുഴുവൻ ഞാൻ തീർക്കും. എല്ലാവർക്കും ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂണ ഫിഷ് വെച്ചിട്ട് ഒരു നല്ലൊരു മീനച്ചാറാണ്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 2 കിലോ ട്യൂണ ഫിഷാണ് ഞാൻ എടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് 30 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ചേർത്ത് മീനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനായി കഴുകി വൃത്തിയാക്കിയ ചോപ്പ് ചെയ്ത 150 ഗ്രാം ജിഞ്ചറും ഏകദേശം സെയിം ക്വാണ്ടിറ്റി ഗാർലിക്കും നമുക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഗാർലിക്ക് കുറച്ച് അധികമായാലും കുഴപ്പമില്ല. മീനച്ചാറിലുള്ള ഈ ഗാർലിക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശേഷം ഇതിലേക്ക് ആവശ്യമായ ഒരു 12 പീസ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ ഫ്രൈ പാനോ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ചിലർ ഓയിലും യൂസ് ചെയ്യാറുണ്ട്. രണ്ടായാലും കുഴപ്പമില്ല. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഫിഷ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫിഷ് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. മീനിൻ്റെ പീസുകൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇടുന്നത്. മീനിട്ട് ആദ്യത്തെ 2 മിനിറ്റ് നേരം ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ തേച്ച് പിടിപ്പിച്ച മസാലകളെല്ലാം ഇളകിപ്പോകും. 2 മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിടാം. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മീൻ അത്യാവശ്യം ഫ്രൈ ആയിട്ടെടുക്കണം. കൂടുതൽ ഡ്രൈ ആകാനും പാടില്ല. ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇതിപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇത് 2 കിലോ ആയതുകൊണ്ട് 3 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മീനച്ചാറിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യണം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇതൊരു 10 സെക്കൻഡ് ഇളക്കിയെടുക്കാം. അത് കൂടുതലായാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടി ഇട്ടതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലായിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് 2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർക്കുമ്പോൾ അതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നീട് ചൂടാറിയതിന് ശേഷം മാത്രമേ ബോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ.
ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള മീനച്ചാറാണ്. ചിലർക്ക് നല്ല ഗ്രേവി നല്ല ലൂസായിട്ട് വേണം. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. അപ്പം നാവിൽ വെള്ളം ഊറുന്ന നല്ല മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറന്നു പോകാതെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അമ്മേ, ചോറും കറിയും മാത്രമേ ഉള്ളൂ, സ്പെഷ്യൽ ഒന്നുമില്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഫിഷിന്റെ പിക്കിളാണ്. ഒന്ന് കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ. അമ്മ, കുറച്ച് ഫിഷിന്റെ അച്ചാറുണ്ടായാൽ മതി. ഈ ചോറ് മുഴുവൻ ഞാൻ തീർക്കും. Friends, those who are not subscribed my channel, please subscribe and share, and please press the bell button to get all the notifications of my new videos.